ഡിയേഴ്സ്, മോഡൽ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള A+ നിർണ്ണയിക്കുന്ന 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അതുപോലെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ, ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം എന്ന് കൂടെ പറയുകയാണ്. A+ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, മാത്സിൽ A+ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. 6 A+ ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ചോദ്യത്തിലേക്ക് നോക്കുക. വോളിയം ഓഫ് എ സോളിഡ് സിലിണ്ടർ ഈസ് 1085 സെന്റിമീറ്റർ ക്യൂബ് ആൻഡ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് 12 സെന്റിമീറ്റർ. തന്നിട്ടുള്ളത് ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നമ്മളുടെ ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള പാത്രമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഭാഗം കാലിയാണ്. പക്ഷേ സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതൊരു മരത്തടി ആണെങ്കിൽ ഇതിന്റെ അകംഭാഗം പൊള്ളയായിരിക്കോ? അല്ല, ഇതിന് അകംഭാഗം എന്ന് പറയുന്നത് അവിടെ മരം തന്നെ ആയിരിക്കും, അല്ലേടാ? അതിനെയാണ് ഒരു സോളിഡ് സിലിണ്ടർ. അതിപ്പോ ഇരുമ്പ് കൊണ്ടാവാം, മരം കൊണ്ടാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, അങ്ങനെ ഒരു സോളിഡ് സിലിണ്ടറിന്റെ വോളിയം അഥവാ വ്യാപ്തം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സിലിണ്ടറിന്റെ വ്യാപ്തം മക്കളെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് എന്താ? πr² h ആണ്. ശരിയല്ലേ? πr² h ആണ് വ്യാപ്തം എന്ന് പറയുന്നത്. അതെന്താണ് തന്നിട്ടുണ്ട്? നോക്കുക, 1080. ശരിയല്ലേ? 1080 ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത്? എ കോൺ ഓഫ് മാക്സിമം സൈസ് ഈസ് കാർവ്ഡ് ഔട്ട് ഫ്രം ദ സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സിലിണ്ടറിന്റെ അകത്ത് നിന്ന് ഉളി വെച്ച് ചെത്തി ഒരു കോൺ അഥവാ വൃത്തസ്തൂപിക ഉണ്ടാക്കുകയാണ്. വൃത്തസ്തൂപിക ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ മക്കൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്താണോ അത് തന്നെയാണ് കോണിന്റെയും ഹൈറ്റ്. സിലിണ്ടറിന്റെ ഹൈറ്റ് എന്താണോ അത് തന്നെയാണ് കോണിന്റെയും ഹൈറ്റ്. വൃത്തസ്തംഭത്തിന്റെ ഉയരം എന്താണോ അത് തന്നെയാണ് വൃത്തസ്തൂപികയുടെയും ഉയരം. അതുപോലെ ഈ വൃത്തസ്തംഭത്തിന്റെ ആരം എത്രയാണോ അത് തന്നെയാണ് വൃത്തസ്തൂപികയുടെയും ആരം. ആരത്തിനും മാറ്റമില്ല, ഉയരത്തിനും മാറ്റമില്ല എന്ന കാര്യം എന്റെ മക്കള് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോ നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോൺ? ഈ കോണിന്റെ വോളിയമാണ് എന്റെ മക്കളോട് ചോദിച്ചിട്ടുള്ളത്. ഈ കോണിന്റെ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്താണ്? ശരിയല്ലേ? വൃത്തസ്തൂപികയുടെ വ്യാപ്തം, വോളിയം ഓഫ് കോൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വൃത്തസ്തൂപികയുടെ വ്യാപ്തം അതെങ്ങനെയാ കാണാ? സിമ്പിൾ ആണ്. 1/3 πr² h എന്ന് നമുക്കറിയാം. ശരിയല്ലേ? 1/3 πr² h. ഇവിടെ റേഡിയസിലും ഹൈറ്റിലും ഒന്നും മാറ്റമില്ല. πr² h എത്രയാണ്? അത് നിങ്ങൾക്കറിയാലോ. πr² h എന്ന് പറയുന്നത് എന്താ മക്കളെ? അത് നമ്മളുടെ സിലിണ്ടറിന്റെ വോളിയാണ്, അല്ലേ? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ്. πr² h എന്ന് പറയുന്നത് എന്താണ്? 1080. സോ കോണിന്റെ വോളിയം കാണാൻ 1/3 × 1080. അതായത് സിലിണ്ടറിന്റെ വോളിയത്തിനെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 1080നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് പരിപാടി കഴിയും. 1080നെ 3 കൊണ്ട് ഹരിച്ചാൽ 10ൽ 3 പ്രാവശ്യം, ശരിയല്ലേ? 9, 18ൽ 6 പ്രാവശ്യം. സോ 360 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 360 സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ ഒരു പൈ ഉണ്ടായിരുന്നു, ശരിയല്ലേ? പൈ അത് വിട്ടു വെറുതെ. 1080 പൈ. സോ 360 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 360 പൈ സെന്റിമീറ്റർ ക്യൂബ്. ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതുന്ന സമയത്ത് ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. മിസ്റ്റേക്കുകൾ വരാതെ നോക്കണം. ഓക്കെ, മിസ്റ്റേക്കുകൾ വരാതെ നോക്കണം. ഇവിടെ 1080 മാത്രമല്ല, കൂടെ ഒരു പയ്യും കൂടെ ഉണ്ട്. ആ പയ്യനെയും കൂടെ ഇടണം. സെറ്റാണ്, തെറ്റിക്കരുത്. ഇനി വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ? കോണിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോണിന്റെ ഹൈറ്റ് കാണാൻ എന്താ നിങ്ങൾക്കറിയാലോ? കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr² h ആണ്. ശരിയല്ലേ? 1/3 πr² h ആണ്. അതെത്രയാ? 360. സംശയമില്ല, 360. അപ്പൊ πr² h എത്രയായിരുന്നു? അതും നമുക്കറിയാം. πr² h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1080 പൈ ആണ്. 360 പൈ, ഇത് 1080 പൈ. നിങ്ങളോട് ചോദിച്ചത് കോണിന്റെ ഉയരമാണ്.
കോണിന്റെ ഉയരം എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെയല്ലേ? നിങ്ങൾ ഫിഗർ നോക്ക്. ഈ കോണിന്റെ ഹൈറ്റും അതുപോലെ സിലിണ്ടറിന്റെ ഹൈറ്റും സെയിം ആണ്. സോ സിലിണ്ടറിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടാൽ മതി. സിലിണ്ടറിന്റെ ഡയമീറ്റർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സിലിണ്ടറിന്റെ കേസിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. 2r എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ r എത്രയാ? റേഡിയസ് 6 സെന്റിമീറ്റർ. സംശയമുണ്ടോ മക്കളെ? 6 സെന്റിമീറ്റർ. സംശയമില്ല, ക്ലിയർ ആണ്. സോ പൈ ഇൻറ്റു റേഡിയസ് 6 ആയതുകൊണ്ട് 6 സ്ക്വയർ ഇൻറ്റു h ഈസ് ഈക്വൽ ടു 1080 പൈ. സംശയമില്ലല്ലോ. രണ്ട് സൈഡിലും പൈ ഉണ്ട്, വെട്ടിക്കളയാം. രണ്ട് സൈഡിലുള്ള പൈ നമുക്ക് വെട്ടിക്കളയാം. സോ 6ന്റെ സ്ക്വയർ 36. 36നെ h കൊണ്ട് ഗുണിച്ചാൽ 1080 കിട്ടും. കറക്റ്റ് അല്ലേ? 36നെ h കൊണ്ട് ഗുണിച്ചാൽ 1080 കിട്ടുമെങ്കിൽ h എത്രയായിരിക്കണം? നോക്കിക്കോ. 1080നെ 36 കൊണ്ട് ഹരിക്കാം. 36 ഇൻറ്റു 3 ചെയ്താൽ 36 × 3 നിങ്ങൾക്ക് 108 കിട്ടും. ഓക്കെ. സോ ആൻസർ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാ? 30 സെന്റിമീറ്റർ ആണ്. സോ മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് കാൻ ബി curved out from a cube of edge 12 centimeter? ഒരു ക്യൂബ് അഥവാ സമചതുര കട്ട. ഈ സമചതുര കട്ടേന്റെ അകത്തുനിന്ന് നമ്മൾ ഒരു ക്യൂബ് മുറിച്ചെടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ സമചതുര കട്ടയുടെ ഒരു വശം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതായിരിക്കും നമ്മൾ മുറിച്ചെടുക്കുന്ന ആ ക്യൂബിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ 2r എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആയിരിക്കും. 2r എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ആരം എത്രയാടാ? അതിന്റെ ആരം എത്രയായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് 12ന്റെ പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആയിരിക്കും. സംശയമില്ലല്ലോ. 2r എന്ന് പറയുന്നത് ഡയമീറ്റർ എന്ന് പറയുന്നത് 12 ആണെങ്കിൽ റേഡിയസ് എത്രയാ? 6 സെന്റിമീറ്റർ ആണ്. അതിലൊരു സംശയമില്ല. അടുത്തത്, വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദി സ്ഫിയർ? ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയയും വോളിയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഉപരിതല പരപ്പളവ് അതിനെ നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ് പറയുക. ശരിയല്ലേ? ഉപരിതല പരപ്പളവ് എത്രയാ? 4πr² എന്ന് നമുക്കറിയാം. 4πr². സംശയമല്ല. 4πr² എന്ന് പറഞ്ഞാൽ എന്താണ്? 4π ഇൻറ്റു ഇവിടെ റേഡിയസ് 6 ആയതുകൊണ്ട് 6 സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് 4 ഇൻറ്റു പൈ ഇൻറ്റു 6ന്റെ സ്ക്വയർ 36. 36 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ. സെറ്റ് ആണല്ലോ. ഇതുപോലെ ഇതിന്റെ വ്യാപ്തം അഥവാ വോളിയം കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 4/3 πr³. ശരിയല്ലേ? 4/3 πr³. 4/3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്നുള്ളതിനെ r³ എന്ന് പറഞ്ഞാൽ r ഇൻറ്റു r. സോ ഇവിടെ റേഡിയസ് 6 ആയതുകൊണ്ട് 6 ഇൻറ്റു 6 ഇൻറ്റു 6. ശരിയല്ലേ? ഇനി ചെയ്ത് നോക്കേ. നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ 3യും ഈ 6ഉം തമ്മിൽ കട്ട് ചെയ്താൽ എന്ത് വരും? 2 വരും. ശരിയാണല്ലോ? 2 വരും. സംശയമല്ല. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. 4 ഇൻറ്റു 2 8. 8 ഇൻറ്റു 6. 8 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 48. 48 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 288 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. സംശയമില്ലല്ലോ. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് മാക്സിമം സൈസുള്ള ഒരു കോണ് നമ്മൾ കാർവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തമാണ് നിങ്ങളോട് ചോദിച്ചത്. അതായത് ഈ ഒരു ക്യൂബിനകത്തുനിന്ന് നമ്മൾ ചെത്തിയെടുക്കുന്ന പരമാവധി വലിപ്പമുള്ള കോണിന്റെ, അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് ചോദിച്ചിട്ടുള്ളത്. വൃത്തസ്തൂപികയുടെ ഈ ഒരു സമചതുര കട്ട അഥവാ ക്യൂബിന്റെ സൈഡ് എത്രയാ? 12 സെന്റിമീറ്റർ ആണ്. ആണല്ലോ? 12 സെന്റിമീറ്റർ. എല്ലാ എഡ്ജും 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഉയരം എന്ന് പറയുന്നതും 12 സെന്റിമീറ്റർ ആണ്. സംശയമല്ല. ഹൈറ്റ് എത്രയാണ്? നമ്മുടെ കോണിന്റെ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആണേ.
സംശയമല്ലേ? ഇനി അടുത്ത കാര്യം നോക്കിക്കേ, ഈ ഒരു സർക്കിൾ മക്കൾ കാണുന്നുണ്ടോ? കോണിന്റെ ബേസ്, കോണിന്റെ പാദം, അതിന്റെ ഡയമീറ്റർ 12 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? ഡയമീറ്റർ 12 ആണെങ്കിൽ അതിന്റെ ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ അല്ലേ? സംശയമുണ്ടോ? ഇതിന്റെ ഡയമീറ്റർ 12 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് കോണിന്റെ വോളിയമാണ്. വോളിയം ഓഫ് കോൺ അഥവാ വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് നമുക്ക് വേണ്ടത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ്? 1/3 πr² h ആണല്ലോ. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത് 6 ആണ്. 6² ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 12. സംശയമല്ലല്ലോ? സംശയമല്ലല്ലോ? 3 കൊണ്ട് 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. സംശയമല്ല? സോ പൈ ഇൻറ്റു 6ന്റെ സ്ക്വയർ 36 ഇൻറ്റു 4. 36 ഇൻറ്റു 4 അതായത് 144 പൈ സെന്റിമീറ്റർ ക്യൂബ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, അടുത്ത ചോദ്യം അതൊരു ഫിഗറാണ്, ചിത്രമാണ്. ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള കോണിന്റെ ഉയരമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള കോണിന്റെ ഉയരമാണ് മക്കളെ നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോ ആ ഉയരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ആദ്യത്തെ ടാസ്ക്. അപ്പൊ എല്ലാരും ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കാം. ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള 3 ഘനരൂപങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്കൊരു സിലിണ്ടർ കാണാം, ശരിയല്ലേ? സിലിണ്ടർ. അതേപോലെ മുകളിൽ എന്തുണ്ട്? മുകളിൽ ഒരു കോണ്, താഴെ ഒരു ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം അല്ലെ? ഈ 3 സാധനങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. എത്രയാണ്? ഇതിന്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. അതേപോലെ ഈ സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ മക്കൾക്ക്? അത് 6 മീറ്റർ ആണ്. അത്രയും കാര്യങ്ങൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്? സിലിണ്ടറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സിലിണ്ടറിന്റെ വ്യാസം, വൃത്തസ്തംഭത്തിന്റെ വ്യാസം തന്നിട്ടുണ്ട്. അത് എത്രയാ? ഈ വ്യാസം, ഈ 2r എന്ന് പറയുന്നത്, വ്യാസം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാടാ? നോക്കടാ, 6 മീറ്റർ ആണ്. അത് 6 മീറ്റർ ആണെങ്കിൽ മക്കളെ നമുക്ക് പറയാം ആരം എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സംശയമില്ലല്ലോ? വ്യാസം എന്ന് പറയുന്നത് 6 മീറ്റർ ആണെങ്കിൽ ആരം എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അതിലൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ മനസ്സിലാക്കണം, ഇങ്ങനെ 3 സാധനങ്ങൾ ഒരുമിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ 3ന്റെയും ആരം സെയിം ആണ്. ഈ സിലിണ്ടറിന്റെ ആരം എന്താണോ, വൃത്തസ്തംഭത്തിന്റെ ആരം തന്നെയാണ് വൃത്തസ്തൂപികയുടെയും ആരം. റേഡിയസിൽ മാറ്റമില്ല. അതേപോലെ അത് തന്നെയാണ് നമ്മുടെ ഹെമിസ്ഫിയറിന്റെയും ആരം എന്ന് പറയുന്നത്. അപ്പോ ഈ താഴോട്ടുള്ളത് നമ്മളുടെ ആരമാണ്, ഈ റേഡിയസ് അല്ലേ? ഈ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാ? 3 മീറ്റർ ആണ്. 3 മീറ്റർ. അപ്പോ കോണിന്റെ ഹൈറ്റ് എത്രയാ? കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മൊത്തം 12 ആണ്. മൊത്തം ഉയരം എന്ന് പറയുന്നത് 12 ആണ്. അതിൽ നിന്ന് 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9. 12 9 കുറച്ചാൽ പോരെ? യെസ്. സോ 12 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ. സംശയമുണ്ടോ? 3 മീറ്റർ ആണ് ഈ ഒരു കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 3 മീറ്റർ. അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്ക്. ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ദ ബോയിലർ ഹോൾഡ്? ഈ ഒരു പാത്രത്തിനകത്ത് എത്ര വെള്ളം കൊള്ളുന്ന ചോദിച്ചത്. അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വോളിയം കാണണം. ഇതിന്റെ വോളിയം കാണണം. ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 3 ഘനരൂപങ്ങൾ ഇതിലുണ്ട്. 3 ഘനരൂപങ്ങൾ. ഇതിന്റെ 3ന്റെ വ്യാപ്തം കാണണ്ടേ? വേണം. നോക്കിക്കേ, നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ കോണിന്റെ വ്യാപ്തം കാണുക. അതായത് 1/3 പൈ ഇൻറ്റു r² h അല്ലെ? ഇവിടെ റേഡിയസ് നമുക്ക് കിട്ടി. റേഡിയസ് 3 ആണ്, ശരിയല്ലേ? 3² ഇൻറ്റു h. ഉയരം എന്ന് പറയുന്നത്, കോണിന്റെ ഉയരം 3 തന്നെയാണ്. കോണിന്റെ ഉയരം 3 മീറ്റർ തന്നെയാണ്, സംശയമില്ല. പ്ലസ് അടുത്തത് നമ്മളുടെ
നമ്മളുടെ സിലിണ്ടർ അഥവാ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ്. അതെത്രയാ? പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് 3 3 സ്ക്വയർ ഇൻറ്റു ഉയരം എന്ന് പറയുന്നത് 6. ശരിയല്ലേ? പ്ലസ് താഴെയുള്ളത് അർദ്ധഗോളമാണ്. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം മക്കൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2/3 പൈ ഇൻറ്റു ആർ ക്യൂബ്. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ക്യൂബ്. ഒരു ഡൗട്ടും വേണ്ട. സെറ്റ്. അതായത് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 3. ഈ 1/3 3യും ഈ 3യും വെട്ടിക്കഴിഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു പൈ. അതെത്രയാണ്? 3 സ്ക്വയർ ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 9 പൈ. ശരിയല്ലേ? ഇനി 3 സ്ക്വയർ 9 ഇൻറ്റു 6 54 പൈ. ശരിയാണോ മക്കളെ? സംശയമില്ലല്ലോ. നെക്സ്റ്റ് 2/3 പൈ ഇൻറ്റു 3 ക്യൂബ്. എന്താ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ? 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം അത് 3 ഇൻറ്റു 3 ആണ്. ശരിയല്ലേ? 2/3 പൈ ഇൻറ്റു 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ആണ്. അതിലെ ഈ 3യും വെട്ടിക്കളയാം. ഒരു 3 വെട്ടാലോ, മുകളിലും താഴെയും 3 ഉണ്ട്, വെട്ടാം. ബാക്കി എന്താ ഉള്ളത്? 2 പൈ ഇൻറ്റു 3 ഇൻറ്റു 3 3 ഇൻറ്റു 3 9 9 ഇൻറ്റു 2 18. ശരിയല്ലടാ? 18 പൈ. ശരിയല്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ. നൗ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വ്യാപ്തം കാണണം. ഇതെല്ലാം കൂടെ കൂട്ട്. 9 9 63 63 18 81. ശരിയല്ലേ? 81 പൈ. പൈന്റെ വാല്യൂ എത്രയാണെന്ന് പഠിച്ചത്? പൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. ശരിയാണല്ലോ? പൈ എന്ന് പറയുന്നത് എത്രയാണ്? 3.14. 3.14 ആണ് പൈ എങ്കിൽ എന്റെ മക്കളെ 81 പൈ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്ര വെള്ളം കിട്ടുന്ന ചോദ്യം. അപ്പോ നമുക്ക് വോളിയം പൈയിൽ എഴുതിയാൽ പോരാ. സോ 81 ഇൻറ്റു 3.14 ഇത് കാണണം. നോക്കിക്കേ, 314 ഇൻറ്റു 81 ഞാൻ ആദ്യം ചെയ്യാം. എന്തിനാ? 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മടിയുണ്ട്. ഞാൻ 314 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, 1 ഇൻറ്റു 314 314 0 ഇട്ടു. 8 ഇൻറ്റു 4 32 3 8 1 8 3 11 8 3 24 1 25. ശരിയല്ലേ? അപ്പം 4 1 2 എത്രയാ? 3 3 1 4 2 5. ശരിയാണോടാ? 2 5 4 3 4. കറക്റ്റ് അല്ലേ? 81 പൈ. പൈന്റെ വാല്യൂ നമ്മൾ കൊടുത്താൽ 25. പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ ആണ്. സോ 254.34 254.34 എന്ന് നമുക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? ഇത്രയും മീറ്റർ ക്യൂബ് ആണ് നമ്മളുടെ വ്യാപ്തം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 254.34 മീറ്റർ ക്യൂബ്. ഇത് നമുക്ക് കിട്ടി. ഇനി 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കണം. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും? 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. ഇവിടെ വോളിയം എന്ന് പറയുന്നത് മക്കൾ ശ്രദ്ധിക്കുക, വോളിയം എന്ന് പറയുന്നത് 254.43 ആണോ? 254.43 അല്ല 34. അത്രയും മീറ്റർ ക്യൂബാണ്. അപ്പോ നമ്മൾ എങ്ങനെ അതിന്റെ വോളിയം എത്ര ലിറ്റർ എന്ന് കാണാം? എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെ, എത്ര വെള്ളം കൊള്ളുന്ന നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 254.34 ഇൻറ്റു 1000. മക്കളെ ശ്രദ്ധിച്ചേ, അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ. പോയിന്റ് കഴിഞ്ഞ് 2 അക്കങ്ങളാണുള്ളത്. സോ ഇതിനെ നമുക്ക് 254.34 ഡിവൈഡഡ് ബൈ 100 എന്നിതാം. ഓക്കെ, ഇൻറ്റു 1000. നോക്കണം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 അക്കമാണുള്ളത്. സോ താഴെ 2 0 ഇട്ട് കൊടുക്കാം. സെറ്റ് ആണോ? ഇവിടെ 2 0 ഇവിടെ 2 0 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉണ്ടാവുക? 254.34 ലിറ്റർ. ഇതാണ് ആൻസർ. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ആൻസറിലേക്ക് വരാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മക്കൾ ശ്രദ്ധിക്കുക. ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളത്തിന്റെ തുക 14 സെന്റിമീറ്റർ ആണ്. ദ സം ഓഫ് പെർപെൻഡിക്കുലാർ ലെങ്ത് ഓഫ് ദി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് 14 സെന്റിമീറ്റർ. ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 90 ഡിഗ്രിന്റെ അടുത്തുള്ള രണ്ട് സൈഡാണ്. ഈ രണ്ട് സൈഡും കൂടെ കൂട്ടിയാൽ 14 ആണ്. അപ്പോ ഒരു സൈഡ് നമുക്ക് എക്സ് ആണെന്ന് എടുക്കാം. ഓക്കെ, ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എത്രയാ? രണ്ട് സൈഡും കൂടെ കൂട്ടിയാൽ 14 ആണെങ്കിൽ നിങ്ങൾക്കറിയാം മറ്റേ സൈഡ് എത്രയായിരിക്കണം? 14 മൈനസ് എക്സ്. ഒരു സൈഡ് 6 ആണെങ്കിൽ മറ്റേ സൈഡ് കിട്ടാൻ എന്താ ചെയ്യുക? 14 നിന്ന് നിങ്ങൾ 6 കുറയ്ക്കുകയല്ലേ ചെയ്യുക. അപ്പൊ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് കിട്ടാൻ 14 നിന്ന് എക്സ് കുറയ്ക്കണം. സിമ്പിൾ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് തന്നിക്കോ നോക്ക്. തന്നിട്ടില്ല. പകരം എന്താ തന്നത്? പരപ്പളവാ തന്നത്. പരപ്പളവാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്തറിയാം? ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ശരിയല്ലേ? ഇതാ ബേസും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എഴുതാം. എക്സും 14 മൈനസ് എക്സും ആണ്. സോ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ്. ശരിയല്ലേ? ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 24 ആണ്. ആണല്ലോ, 24. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചേ. എക്സ് ഇൻറ്റു 14 മൈനസ് എക്സിന്റെ പകുതിയാണ് 24. എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ് ചെയ്താൽ അതിന്റെ പകുതി എടുത്താൽ 24 കിട്ടുമെങ്കിൽ മക്കളെ നിങ്ങൾ പറ, എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ് എത്രയാ? എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ് എന്ന് പറയുന്നത് 24 ഇരട്ടി അല്ലെ? 48. 48ന്റെ പകുതി എടുത്താലാണ് നിങ്ങൾക്ക് 24 കിട്ടുക. ശരിയല്ലേ? അപ്പൊ എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ് എന്ന് പറയുന്നത് 24 ആണ്. ഒരു ഡൗട്ടും ഇല്ല. സോ ഇതൊന്ന് ഗുണിച്ചേ. ഇത് ഇങ്ങോട്ട് ഗുണിക്കുക. എക്സ് ഇൻറ്റു 14 എക്സ്. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 48. ക്ലിയർ അല്ലേ? അടുത്തൊരു സ്റ്റെപ്പോട് കൂടി നമ്മൾ ആൻസറിലേക്ക് വരും. നിങ്ങൾക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ അഥവാ വർഗത്തിക കൃത്യമായിട്ട് അറിയുന്ന കുട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് തിരിച്ചെഴുതുക എന്നുള്ളതാ. എക്സ് സ്ക്വയർ മൈനസ് 14x. 14x മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതിനെ തിരിച്ചങ്ങ് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 14x. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ? ഇപ്പുറത്തുള്ള 48നെ മൈനസ് 48 എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇനി ഇത് നോക്ക്. ഇതിനെ ഒരു പൂർണ്ണ വർഗമായിട്ട് എഴുതണമെങ്കിൽ, കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യാണെങ്കിൽ, വർഗം തികയ്ക്കാൻ ഏത് നമ്പർ ആഡ് ചെയ്യേണ്ടത്? ഇവിടെ എക്സിന്റെ മുന്നിൽ 14 ആണെങ്കിൽ 14ന്റെ പകുതി എത്രയാ? 7. ശരിയല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 14xനോട് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? 7ന്റെ സ്ക്വയർ. 7 അല്ല, 7ന്റെ സ്ക്വയർ. 7ന്റെ സ്ക്വയർ എത്രയാ? 7ന്റെ സ്ക്വയർ 49 ആണ്. ശരിയല്ലേ? മൈനസ് 48. അതിനോട് നമ്മൾ 7ന്റെ സ്ക്വയർ ആയിട്ടുള്ള 49 ആഡ് ചെയ്യുന്നു. സംശയമല്ലല്ലോ. അപ്പൊ ഇതെന്താ സാധനം? എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ആണോ? എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ. ഇനി ഇതെത്രയാ? നിങ്ങൾ പറ. മൈനസ് 48 പ്ലസ് 49 എന്ന് പറഞ്ഞാൽ 49 മൈനസ് 48. മൈനസ് 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 മൈനസ് 2. സോ 49ൽ നിന്ന് 48 കുറച്ചാൽ എത്രയാ? 48 49 കുറച്ചാൽ 49 കുറച്ചാൽ 1 ആണ്. ശരിയല്ലേ? 1. സോ എക്സ് മൈനസ് 7ന്റെ സ്ക്വയർ 1 ആണ്. എക്സ് മൈനസ് 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ എക്സ് മൈനസ് 7 എത്രയാ? ഏത് നമ്പറിന്റെ സ്ക്വയറാ? 1. 1ന്റെ. എക്സ് മൈനസ് 7 1 ആണ്. ശരിയല്ലേ? എക്സ് മൈനസ് 7 1 ആണെങ്കിൽ എക്സ് എത്രയാ? എക്സ് എന്ന് പറയുന്നത് മൈനസ് 7 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 7 ആകും. 1 പ്ലസ് 7 8 സെന്റിമീറ്റർ. എക്സ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. എക്സ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ 14 മൈനസ് എക്സ് എന്ന് പറയുന്നത് 14 മൈനസ് 8 6 സെന്റിമീറ്റർ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടി. ശരിയല്ലേ? അപ്പോ ലംബവശങ്ങളുടെ നീളം എത്രയാ? 6 സെന്റിമീറ്റർ ആൻഡ് 8 സെന്റിമീറ്റർ. കർണത്തിന്റെ നീളം എത്രയാ? ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കർണത്തിന്റെ നീളം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എത്രയായിരിക്കും? 6ഉം 8ഉം ആണെങ്കിൽ മക്കളെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. സിമ്പിൾ ആണ്. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ശരിയല്ലേ? ഇത് 6 സെന്റിമീറ്ററും ഇത് 8 സെന്റിമീറ്ററും ആണെങ്കിൽ കർണം എത്രയായിരിക്കും? സിമ്പിൾ. റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, അതായത് റൂട്ട് 36 പ്ലസ് 64, അതായത് റൂട്ട് 100. ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. എത്രയാ? 10 സെന്റിമീറ്റർ. സംശയമില്ല, ഒരു ഡൗട്ടും ഒരാൾക്കും ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ
ഈ സൈഡ് 10 സെന്റിമീറ്ററും കൂടി ആണെങ്കിൽ ചുറ്റളവ് എത്രയാ? 8ഉം 6ഉം 10ഉം കൂടെ കൂട്ടിയാൽ മതി. 8ഉം 6ഉം 14, 14ഉം 10ഉം 3 സൈഡും കൂടെ കൂട്ടിയാൽ ചുറ്റളവ് കിട്ടൂലേ? പെരിമീറ്റർ കിട്ടൂലേ? 6ഉം 8ഉം 14ഉം 10ഉം 24. സംശയമല്ല 24 സെന്റിമീറ്റർ. സെറ്റ് അല്ലേ? കാരണം എത്രയാണ്? അതായത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്ന് എന്റെ മക്കൾക്ക് കിട്ടും. ഓക്കെ ആണ്. അടുത്ത ചോദ്യവും ഇതേ മോഡലിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയയും അതുപോലെ പെരിമീറ്ററും നിങ്ങൾക്ക് തരും. ശ്രദ്ധിക്കണേ, ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ തന്നാൽ സിമ്പിൾ ആണ് എന്റെ മക്കൾ ശ്രദ്ധിക്കുക. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ കിട്ടുക പെരിമീറ്ററിന്റെ പകുതിയാണ്. അപ്പോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണാൻ പെരിമീറ്ററിന്റെ പകുതി കണ്ടാൽ മതി. ശരിയല്ലേ? ചുറ്റളവിന്റെ പകുതി. ചുറ്റളവ് എന്ന് പറയുന്നത് 48 ആണ്. 48ന്റെ പകുതി എന്ന് പറയുന്നത് 24. സംശയമില്ലല്ലോ, 24. സോ ലെങ്ത് നമ്മൾ എക്സ് ആണെന്ന് എടുത്താൽ ബ്രെഡ്ത്ത് എത്രയാ? 24 മൈനസ് എക്സ്. ഓക്കെ, ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാ? 24 മൈനസ് എക്സ്. കാരണം എന്താ? അത് രണ്ടും കൂട്ടിയാൽ 24 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്ലൂ എന്താ നോക്കുക. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് 24 മൈനസ് എക്സ്. ഇത് തമ്മിൽ ഗുണിച്ചാൽ എത്രയാ? 135 ആണല്ലോ. സംശയമല്ല, നേരെ ഗുണിച്ചോ. 24 എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ശരിയല്ലടാ? എക്സിനെ 24 കൊണ്ട് ഗുണിച്ചാൽ 24 എക്സ്. എക്സിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ എക്സ് സ്ക്വയർ ആണ്. സോ 24 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 135 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് സിമ്പിൾ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 24 എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 135. എന്താ ചെയ്തത്? ഇപ്പുറത്ത് തലതിരിച്ചതല്ല, എക്സ് സ്ക്വയർ ആദ്യം എഴുതി, 24 എക്സ് രണ്ടാമത് എഴുതി. എക്സ് സ്ക്വയർ മൈനസ് 24 എക്സ്. ശരിയല്ലേ? ഇവിടെ 135 എന്തായി? മൈനസ് 135. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചേ. ഇതിനെ ഒരു പൂർണ്ണവർഗമാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ സ്ക്വയർ കംപ്ലീറ്റ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് 24 എക്സിനോട് 24ന്റെ പകുതി 12 ആണ്. 12ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. അതായത് മൈനസ് 135നോട് 12ന്റെ സ്ക്വയർ എത്രയാ? 144 ആഡ് ചെയ്യണം. ഇതെങ്ങനെയാ ചെയ്യാം മക്കളെ? ഇതെല്ലാവർക്കും അറിയാമല്ലോ. മൈനസ് 135 പ്ലസ് 144 എന്ന് പറഞ്ഞാൽ 144 135 കുറയ്ക്കുക. അപ്പോൾ ആൻസർ 9. ഇതെന്താണ്? എക്സ് മൈനസ് 12 സ്ക്വയർ. ശരിയല്ലേ? മൈനസ് 24 എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് 24ന്റെ പകുതി 12. സോ എക്സ് മൈനസ് 12 ഹോൾ സ്ക്വയർ 9 ആണ്. എക്സ് മൈനസ് 12 ഹോൾ സ്ക്വയർ 9 ആണെങ്കിൽ എക്സ് മൈനസ് 12 എത്രയാ? എക്സ് മൈനസ് 12ന്റെ സ്ക്വയർ 9 ആണ്. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 9? 3ന്റെ. സോ എക്സ് മൈനസ് 12 3 ആണ്. എക്സ് മൈനസ് 12 3 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 3 പ്ലസ് 12. മൈനസ് 12 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. എക്സ് 15 സെന്റിമീറ്റർ ആണ്. എക്സ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 24 മൈനസ് 15, അതായത് 9 സെന്റിമീറ്റർ. 9 സെന്റിമീറ്റർ. സിമ്പിൾ, സെറ്റ്, ക്ലിയർ ആണല്ലോ. അതോടെ അതും നമ്മൾ സെറ്റാക്കി. ലെങ്ത് ഓഫ് ദ സൈഡ്സ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. സെറ്റ്, ഒരു സംശയമില്ല. അടുത്ത ചോദ്യം തെളിയിക്കാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലർക്കും ടെൻഷനാ. എന്നാൽ ഒരു ടെൻഷനും വേണ്ട. നോക്കിക്കേ, ഇത് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. ഇതൊരു രണ്ടാംകൃതി സമവാക്യമാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആണെങ്കിൽ നോക്കണേ, ഇതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സിന്റെ മുന്നിലുള്ള നമ്പർ. ഇപ്പൊ ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 12 എക്സിനെ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏത് നമ്പർ ആഡ് ചെയ്യേണ്ടത്? പറ, ഏത് നമ്പറാ? ഈ 12ന്റെ പകുതി 6, ആ 6ന്റെ സ്ക്വയർ ആണല്ലോ. അടല്ല നമ്പർ എന്തായിരിക്കണം? എക്സിന്റെ മുന്നിലുള്ള നമ്പറിന്റെ പകുതിന്റെ സ്ക്വയർ ആയിരിക്കണം. അതിലൊരു സംശയം ഒരാൾക്കും ഉണ്ടാവില്ല. സോ ഇവിടെ എയുടെ പകുതിന്റെ സ്ക്വയർ ആണ് ബി എന്ന് പറയുന്നത്. ശരിയല്ലേ?
ശരിയല്ലേ? എക്സിന്റെ മുന്നിലുള്ളത് എന്താണോ അതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം ആ നമ്പർ. ശരിയല്ലേ? 12ന്റെ പകുതി അതാണ് 6. 6ന്റെ സ്ക്വയർ ആയിരിക്കണം പറയേണ്ടത്. സോ എന്റെ പകുതിന്റെ സ്ക്വയർ ആണ് ബി. എന്റെ പകുതിന്റെ സ്ക്വയർ എ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4 എ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു ബി. ശരിയല്ലേ? ശരിയല്ലേ? എ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കണേ, എ സ്ക്വയറിനെ 4 കൊണ്ട് ഹരിച്ചാൽ ബി കിട്ടുമെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് ഗുണിച്ചാൽ 4 into b. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 into b. അതാണ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4b. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 into b. അതിനാണ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4b. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒറ്റ ചോദ്യത്തിന്റെ ആൻസർ മക്കൾ കമന്റ് ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 360 ആണെങ്കിൽ എത്രയാണ് എക്സ് എന്നുള്ളത് നിങ്ങൾ ആൻസർ ആയിട്ട് കമന്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലൈവ് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഇന്നത്തെ മെഗാ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും നാളെ നിങ്ങൾ പരീക്ഷയിൽ കാണുക. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സൈലത്തിന്റെ കൂടെ തന്നെ വരിക. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചോദ്യത്തിൽ എക്സിന്റെ ഈ ഒരു സമവാക്യത്തിൽ എക്സിന്റെ വില എന്താണെന്ന് കമന്റ് കൂടെ ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.